സോ ഹായ് ഫ്രണ്ട്സ്, ഒരു മൂവി കണ്ടുവരാം ഞാൻ സുജാങ്ങളെ. കിൽ എന്ന് പറയുന്ന മൂവി. എൻ്റെ പൊന്നെ, ഒന്നും പറയില്ല. കാരണം അത് പുതുമുഖ നായകനാണ്, ലക്ഷ്യ എന്നാണ് അവൻ്റെ പേര്. ഞാൻ അവനെ മാത്രമാണ് കണ്ടത്. ആക്ച്വലി മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജോൺ വിക്ക് ഇല്ലേ, കിയാനോ റീവ്സിൻ്റെ, ജോൺ വിക്കിൻ്റെ പ്രൊഡ്യൂസർ ആരാണോന്ന് അറിയത്തില്ല, ഇതിൻ്റെ റൈറ്റ്സ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ മൂവി ഒരു 1.25 മണിക്കൂറേ ഉള്ളൂ. സത്യത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് മൂവിയാണ്. പെർഫോമൻസ് ഔട്ട് ഓഫ് ദ പാറ. ഒന്നും പറയില്ല മൂവിയെക്കുറിച്ച്, കാരണം മൂവി എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ വയലൻസ്, ഇത് നമ്മൾ ആനിമലിലെ കണ്ട വയലൻസ് ഇല്ലേ, അജാതി വയലൻസ് ഒന്നുമല്ല, റിയൽ ഒറിജിനൽ വയലൻസ്. സീറ്റ് എഡ്ജഡ്, അങ്ങോട്ട് നമുക്ക് പോകണ്ടേ, ഓക്കെ സോറി, സീറ്റ് എഡ്ജഡ് ക്രൈം എന്നൊക്കെ പറയത്തില്ലേ, അജാതി സാധനമായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സുജിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ക്രൈം എന്താ പറയാ, ക്രൈം ത്രില്ലർ അല്ല, ക്രൈം വയലൻസ് ത്രില്ലർ എന്നൊക്കെ പറയണം. പക്ഷെ മൂവി ആയതൊരു അവസാനം വരെ സത്യം പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള മെലോ ഡ്രാമ ഇല്ല. സോങ്സ് ഒന്നും BGM അതിനു വേണ്ടി പർപ്പസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള അല്ലാതെ മൂവി ഞങ്ങൾക്ക് ആലപ്പുഴയിൽ കഴിഞ്ഞ ആഴ്ച വന്നത്. ആക്ച്വലി കൊച്ചിയിൽ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇതിന്റെ അഭിപ്രായം ഭയങ്കര ഒന്നുപോലെ ഞാൻ വിചാരിക്കണം കൊച്ചി പോയി കണ്ടാലോ. പക്ഷെ ആലപ്പുഴ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ സൺഡേ എനിക്ക് കാണണം, അതായത് മിനിഞ്ഞാന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഫുള്ളായിരുന്നു. പിന്നെ ഇത്രയും ഇതിന്റെ ആവശ്യം എന്താ? പക്ഷെ മൂവി ഉണ്ടല്ലോ, ഒരു അതിനകത്ത് ജുവാലാന്ന് തോന്നുന്നു, ഒരു വില്ലൻ ഉണ്ട്. അവൻ ആക്ച്വലി ഡാൻസറാണ്. നമ്മുടെ അവൻ സൂപ്പർ ആയിട്ടുണ്ട്. അവൻ ആകെ ഇത്രേ ഉള്ളൂ. പക്ഷെ അവന്റെ ആക്ടിങ്ങും അവന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ സൂപ്പർ ഡയലോഗ് ഡെലിവറി, നമുക്ക് ശരിക്കും ഇഷ്ടം തോന്നും. പിന്നെ അതിനകത്ത് വേറൊരു വില്ലൻ ഉണ്ട്, നമ്മുടെ ഒരു മാച്ചോമാൻ ഇല്ലേ, ആ വില്ലനും. പിന്നെ ആശിഷ് വിദ്യാർത്ഥി. ആകെ ആശിഷ് വിദ്യാർത്ഥിയെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ആ സിനിമയിൽ. വേറെ ആരുമില്ല, നമുക്ക് പരിചിതരായിട്ടുള്ള ആരുമില്ല. സത്യം പറഞ്ഞല്ലേ, സിജോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി തോന്നിയെന്നറിയോ, ആർമി ജോയിൻ ചെയ്യണം. അതുപോലെ നമുക്കൊന്നും ഈ പറ്റത്തില്ല. ഇനിയുള്ള ജനറേഷന് ആർമി ജോയിൻ ചെയ്യുമ്പോൾ ആർമിക്കുള്ള ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ, ഹാറ്റ്സ് ഓഫ് ട്രൂ. കാരണം ആ ആർമിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന്റെ വിഷയമിന്റെ പ്ലോട്ടൊക്കെ ഓൾറെഡി നമ്മുടെ ട്രെയിലറിൽ തന്നെ ലീക്ക് ഔട്ട് ആണ്. ആർമിയാണ് സംഭവിക്കുന്നത്. സ്പെഷ്യൽ NSG അല്ലേ, നാഷണൽ NSG കമാൻഡോയുടെ ഒരു ഫൈറ്റ് ആണ്. അതും അതിനകത്ത് ഒരു തരത്തിലുള്ള VFX CG ഒന്നും ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ക പെർഫെക്റ്റ് ഒരു എന്താ പറയാ, ട്രെയിനിനകത്ത് നടക്കുന്ന നല്ല ഡെപ്ത് അല്ലേ, ഹെവി. ശരിക്കും സൂപ്പറായിട്ടാണ് പോകുന്നത്. നമ്മളെ സിനിമ കാണണം. ഇന്ത്യൻ സിനിമയിൽ ഇത്ര വയലൻസ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അല്ല, വയലൻസ് മാത്രം തന്നെ, അതിന്റെ ആ ഒരു ചില സീൻസ് ഒക്കെ ഇല്ലേ, ആ സീൻസ് ഒക്കെ നമ്മളിങ്ങനെ കിടന്ന് വിറയ്ക്കും, കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കും, കൊല്ലടാ അവനെ എന്നൊക്കെ പറഞ്ഞു. കാരണം എന്തറിയാം, എനിക്ക് ഫാമിലി, ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്ന ഫാമിലി വരെ കൈയടിക്കാൻ തുടങ്ങി. കാരണം കൈയടിയായി. കാരണം അജാതി, കാരണം ഒരാളെ കൊല്ലുന്നത് മറ്റേ മറ്റേ ചുറ്റി വെച്ച് കൊല്ലുന്നത് കൈയടിക്കുന്ന ആളുകൾ. അയ്യോ, അപ്പൊ അതുപോലെ ഒരു സത്യം പറഞ്ഞാൽ ഒരു ആക്ച്വലി ഒരു ഡെക്കോയിറ്റി മൂവിയാണ്. ആക്ച്വലി അത് കാണണം കേട്ടോ. മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. ശരിക്കും ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് കാണണം ഞാൻ പറയത്തില്ല, പക്ഷെ എന്നാലും കണ്ടിട്ടില്ലെങ്കിൽ ബ്രോ കാണണം, ഉറപ്പായിട്ടും കാണണം. മൂവീസിന് മുമ്പുള്ള മൂവീസൊക്കെ കണ്ടു, പക്ഷേ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തേട്ടോ. മൂവി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ത്യൻ ആർമിയുടെ ഒരു ഫീൽ, ആ ഒരു പാട്രിയോട്ടിസം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും മൂവി. പേഴ്സണലി അടിപൊളി മൂവിയാണ്. അതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, അതിൻ്റെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ആൻഡ് എസ്പെഷ്യലി അതിൻ്റെ സൗണ്ട് സിസ്റ്റം, അതിൻ്റെ സൗണ്ട് ഉപയോഗിച്ചത് 4K തന്നെ കാണണം കേട്ടോ. സൗണ്ടാണ് കാര്യം. കാരണം ചോര തെറിക്കുന്ന, തല പൊട്ടുന്ന, ഇന്ദ്രൻചടം പറയുന്ന പോലെ തല പൊട്ടിത്തെറിക്കുമ്പോൾ മറ്റേ ഇത് ഒരു ശബ്ദം ഉണ്ടല്ലോ എന്ന് പറഞ്ഞില്ല, ഭയങ്കര സൈക്കോ സാധനമായിട്ടാ അത് കാണണം. സൂപ്പർ പടം. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂവി. ഞങ്ങൾ രണ്ടുപേരാണ് സിനിമ കണ്ടത്. അടിപൊളി പടം. സോ ബൈ.